ഉത്തമ പുരുഷനായി തീരാൻ, ഒരു മനുഷ്യനായി തീരാനുള്ള മാർഗങ്ങളാണ്. അത് ഏതെങ്കിലും ഒന്ന് സ്വായത്തമാക്കാൻ നമുക്ക് ശ്രദ്ധ വേണം, മനസ്സ് വേണം. അതിനായിട്ടായിരിക്കണം രാമായണ പാരായണം നമ്മൾ ചെയ്യേണ്ടത്. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു രാമായണ മാസം വന്നെത്തിയിരിക്കുകയാണ്. രാമായണ മാസം അത് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുള്ളതാണ്. പണ്ട് എല്ലാ ദിവസവും രാമായണം പാരായണം നടക്കുന്ന കാലമായിരുന്നു. ഇപ്പോഴ് കാലത്തിന് മാറ്റം വന്നതുകൊണ്ട് ആളുകൾക്ക് ജീവിതശൈലിയിലും മാറ്റമുണ്ടായി. സമയ ദൈർഘ്യവും കുറഞ്ഞു. മാത്രമല്ല, അസുഖങ്ങളാലും മറ്റ് ബുദ്ധിമുട്ടുകളെ കൊണ്ടും തീരെ ഒരു അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ സമയത്ത് രാമായണ മാസം എന്നുള്ള ഈ ഒരു കാലം നമുക്ക് അനുഗ്രഹം തന്നെയാണ്. ദക്ഷിണായന കാലം. ദേവന്മാർക്ക് രാത്രി ആരംഭിക്കുകയാണ്. അവരുടെ രാത്രി സമയമാണ് ദക്ഷിണായന കാലം. അതിൽ കർക്കിടക മാസത്തിൽ രാത്രിക്ക് മുമ്പുണ്ടാവുന്ന പകല് കഴിഞ്ഞിട്ടുള്ള സന്ധ്യാസമയമാണ്. അപ്പോൾ ദേവന്മാരുടെ സന്ധ്യാസമയമാണ് കർക്കിടക മാസം. ഈ സന്ധ്യാസമയം പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പുരാണ പാരായണം, മറ്റ് പൂജ ആദികൾ, ആധ്യാത്മികമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാവുന്നോ അതൊക്കെ തന്നെ ശ്രേയസ്കരമായിരിക്കുന്ന കാലമാണ്. ഒന്നാമതായിട്ട് നമ്മൾക്ക് പ്രത്യേക ജോലിയൊന്നുമില്ല. കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ വക പണികളൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുന്ന കാലം. മുമ്പ് കാലത്ത് കൃഷിയെയാണല്ലോ നമ്മളൊക്കെ ആശ്രയിച്ചിരുന്നത്. മഴക്കാലം വന്നു ചേർന്നു. പെരുമഴ പെയ്യുന്ന സമയം. എല്ലാം ഒതുങ്ങി സ്വസ്ഥമായി വീട്ടിലിരിക്കുന്ന ആ സമയത്ത് ഒരു മാസക്കാലം ആധ്യാത്മികമായ ഉന്നതിക്ക് വേണ്ടി പ്രയത്നിക്കാൻ പറ്റുന്ന സമയമാണ്. അതേപോലെ തന്നെ പ്രകൃതിയെല്ലാം ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഔഷധാദികൾ ഉപയോഗിച്ച് നമ്മളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താനും പറ്റിയ സമയമാണ്. അതുകൊണ്ടാണല്ലോ ഗുരു പൂർണിമ, വ്യാസജയന്തി 4 മാസക്കാലം മുനിമാര് അവരുടെ ധ്യാനത്തിനൊക്കെ ആയിട്ടുള്ള ചാതുർമാസ്യം അനുഷ്ഠിക്കുന്നത് ഈ സമയങ്ങളിലാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് രാമായണ മാസം, രാമായണ പാരായണം എന്തുകൊണ്ടും ഉചിതമാണ്. രാമായണം രാമന്റെ അയനം. രാമായണം എന്ന ബുക്ക് പാരായണം ചെയ്താൽ മാത്രം പോരാ. അത് സമ്പൂർണമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ വായിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഒരു മാസക്കാലം ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഏർപ്പാടുണ്ട്. ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ളത് ഒരധ്യായമെങ്കിലും നമ്മൾക്ക് പാരായണം ചെയ്യുമ്പോൾ അത് ശ്രദ്ധാപൂർവം അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ നമുക്ക് ജീവിക്കാനുള്ള പ്രേരണ നൽകുന്ന കാര്യങ്ങളെ നമ്മൾ അനുസരിച്ചുകൊണ്ട് അതിലൂടെ ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കണം. ശ്രീരാമനും ശ്രീകൃഷ്ണ അവതാരവും ശ്രീരാമ അവതാരവും നമുക്ക് എങ്ങനെ ഒരു മനുഷ്യൻ ഉത്തമനായ ഒരു പുരുഷനായി തീരണം, ജീവിതമാർഗങ്ങളിൽ അനുസരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നു.
കൃഷ്ണാവതാരത്തിലും രാമാവതാരത്തിലും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ഉത്തമ പുരുഷനായി തീരാൻ, ഒരു മനുഷ്യനായി തീരാനുള്ള മാർഗങ്ങളാണ്. അത് ഏതെങ്കിലും ഒന്ന് സ്വായത്തമാക്കാൻ നമുക്ക് ശ്രദ്ധ വേണം, മനസ്സ് വേണം. അതിനായിട്ടായിരിക്കണം രാമായണ പാരായണം നമ്മൾ ചെയ്യേണ്ടത്. എത്ര വായിച്ചു അതൊന്നല്ല, നമുക്ക് എത്ര വായിച്ചാലും അല്പം വായിച്ചാലും അതിൽ പറയുന്ന കാര്യങ്ങളെ നമുക്ക് അനുസരിക്കാൻ സാധിക്കണം. അങ്ങനെ നമ്മൾക്ക് ആധ്യാത്മികമായും ശാരീരികമായും ശാന്തിയും സമാധാനവും സുഖവും ലഭിക്കണം. മനുഷ്യനായി ഭൂമിയിൽ വന്നു ചേർന്നു. മനുഷ്യനായിരിക്കുമ്പോഴേ നമ്മൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് എവിടെ നിന്ന് വന്നോ അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ മനുഷ്യജന്മം സഫലമാക്കി തീർക്കാൻ എല്ലാവർക്കും രാമായണ പാരായണം കൊണ്ട് സാധിക്കട്ടെ. ഈ കർക്കിടക മാസം എല്ലാവർക്കും ശ്രേയസ്സിനെ നൽകുന്നതായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഹരിയോ.